പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള 5ാമത്തെ യൂണിറ്റാണ് നെക്സ്റ്റ് നോക്കുന്നത്. അതിനകത്ത് പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ എന്താണ് എന്നുള്ളത് ഒരു സ്ഥാപനത്തിൻ്റെ ജീവനക്കാരെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയാണ് പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ. എന്ന് വെച്ചാൽ ഒരു ജോലിക്ക് ആളെ എടുക്കുന്നത് മുതൽ അവർ റിട്ടയർഡ് ആവുന്നത് വരെയുള്ള സകല സ്റ്റെപ്പും ചെയ്യുന്നത് ഈ പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഒരു സ്കൂളിൽ ഒരു പുതിയ അധ്യാപകനെ എടുക്കുകയാണെങ്കിൽ അവർ എടുക്കുന്നത് അവരുടെ സാലറി തീരുമാനിക്കുന്നത്, അവർക്കുള്ള ട്രെയിനിങ് നടത്തുന്നത്, ഈ സകലതും ഈ ഒരു പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിൽ വരുന്നത് ആണ്. ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ജീവനക്കാരെ കൃത്യമായിട്ട് അവരുടെ കഴിവുകളെല്ലാം കൃത്യമായിട്ട് ഉപയോഗിക്കുക, അവരുടെ കഴിവിനെ വികസിപ്പിക്കുക, സ്ഥാപനത്തിൽ നല്ലൊരു തൊഴിൽ അവസരം ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെയാണ് ഈ ഒരു പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ആണ്. ഈ പറഞ്ഞ പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു ആധുനികമായിട്ടുള്ള വേർഷനാണ് ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഇതിൽ ജീവനക്കാരെ വെറും ഒരു തൊഴിലാളികൾ എന്നുള്ളതിന് അപ്പുറമായിട്ട് നല്ലൊരു സുഹൃത്തെന്നോ അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഏത് സ്ഥാപനമാണോ അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു സമ്പത്തായിട്ടാണ് ഈ പറയുന്ന തൊഴിലാളികളെ കാണുന്നത്. അവർ വെറും ഒരു വർക്ക് ചെയ്യുന്ന ഒരു മെഷീൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനമായിട്ട് കാണാതെ അതിന് പകരം സൗഹൃദപരമായിട്ട് നല്ലൊരു അന്തരീക്ഷം കൊടുത്ത് അവരാണ് ഈ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നൊരു തോന്നലും കൂടെ വളർത്തി അവരെ കമ്പനിയുടെ സമ്പത്തായിട്ടാണ് കണ്ട് അങ്ങനെ അവരോട് സമീപിക്കുന്നതിനെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. നല്ലൊരു റിസോഴ്സായിട്ട് തന്നെയാണ് ഈ ഹ്യൂമൻസിനെ അല്ലെങ്കിൽ ഈ തൊഴിലാളികളെ കാണുന്നത്. വെറും ഒരു ഓഫീസ് വർക്ക് എന്നതിന് പകരം നല്ലൊരു സ്ട്രാറ്റജി ആയിട്ട് അതിന് ഉപയോഗിക്കുകയാണ്. സാധാരണ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അവരെ വർക്ക് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്ക്, ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യിക്കുന്ന സമയത്ത് വളരെയധികം സ്ട്രെസ് കൊടുത്ത് നിങ്ങളുടെ ഡ്യൂട്ടി ആണെന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുന്നതിന് പകരം നിങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സമ്പത്ത് എന്ന് അവരെ തന്നെ പറഞ്ഞ് അവരോട് തന്നെ നല്ല രീതിയിൽ ഇടപഴകുമ്പോൾ അവർക്ക് തന്നെ വളരെ നല്ലൊരു ഒരു സമീപനം തിരിച്ച് ഈ പറയുന്ന സ്ഥാപനത്തിനോടും ഉണ്ടാവും. അവർ മാക്സിമം അവരുടെ എഫേർട്ട് ഈ സ്ഥാപനത്തിലേക്ക് ഇടും. അതോടുകൂടെ അവരും നല്ല രീതിയിൽ മെച്ചപ്പെട്ട് വരും. അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന സ്ഥാപനവും നല്ല രീതിയിൽ മെച്ചപ്പെട്ട് വരും. ജീവനക്കാരുടെ മാനസികാവസ്ഥയ്ക്കും സന്തോഷത്തിനും ഒക്കെ ഇവരിവിടെ ഈ ഹ്യൂമൻ റിസോഴ്സിൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ജീവനക്കാർ വളരുന്നതിനോടൊപ്പം ഈ പറയുന്ന കമ്പനിയും വളർന്നുകൊണ്ടേ ഇരിക്കും. നെക്സ്റ്റ് വരുന്നത് ബ്യൂറോക്രസിയാണ്. അത് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ സ്ഥാപനം, ഗവൺമെൻറ് സ്ഥാപനമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയൊരു സ്ഥാപനമോ എങ്ങനെയാണ് നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും ഒക്കെ അനുസരിച്ച് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ബ്യൂറോക്രസിയിലൂടെ അർത്ഥമാക്കുന്നത്. ഇതിൽ ബ്യൂറോ എന്ന് പറയുന്നത് മേശ അല്ലെങ്കിൽ ഓഫീസ് എന്നൊക്കെ മീനിങ് ഉണ്ട്. ക്രസി എന്ന് പറയുന്നത് ഭരണം എന്ന മീനിങ് ഉണ്ട്. എന്ന് വെച്ചാൽ ഓഫീസിലിരുന്നുള്ള ഉദ്യോഗസ്ഥരുടെ ഭരണം, ഇതിനെയാണ് ബ്യൂറോക്രസി എന്ന് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വലിയൊരു സ്ഥാപനം ഇതെങ്ങനെയാണ് നിയമങ്ങൾക്കനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുന്നത് എന്നതാണ് ഇതിൽ കൂടെ കാണുന്നത്. ഇതിന് പോസിറ്റീവായിട്ട് ഒരു മീനിങ് നൽകിയത് മാക്സ് വെബറാണ്. അദ്ദേഹം പറയുന്നത് നിയമം കൃത്യമായിട്ട് പാലിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ബ്യൂറോക്രസി. ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ നമ്മളൊരു ഓഫീസിലേക്ക് പോകുന്നു, അവരുടനെ അത് അച്ചടിച്ച് തരുന്നു. അങ്ങനെയല്ല, പകരം അതിന് ഒരു നിയമ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു പ്രോസസ്സ് ഉണ്ട്. നമ്മൾ ആദ്യം അപേക്ഷ കൊടുക്കണം, അടുത്ത് ഇതിനുള്ള ഈ ടെസ്റ്റിൻ്റെ നമ്മൾ പൈസ അടയ്ക്കണം, അത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് പാസ്സാവണം. ഇങ്ങനെയുള്ള പല പ്രോസസ്സിന് ശേഷമാണ് നമുക്ക് ലൈസൻസ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ പ്രോസസ്സുകളെല്ലാം നമ്മുടെ നിയമത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അപ്പോൾ ആ ഒരു ഓഫീസ് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത് അതിൻ്റെ രീതികളെന്ന് പറയുന്നത് നിയമത്തിൽ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇതിനെയാണ് ബ്യൂറോക്രസി എന്ന് പറയുന്നത്. ഇതിന് നെഗറ്റീവും ഉണ്ട്. ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യത്തിന് പോകുമ്പോൾ ഒരുപാട് കാലതാമസം എടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് പറയുന്നത്. നമ്മളൊരു വീട് വെക്കാൻ പോകുന്നു, നമുക്കൊരു അത്യാവശ്യമാണ്, വീട് വെക്കുക എന്നുള്ളൊരു അത്യാവശ്യമാണ്. പക്ഷേ ഇതിനു വേണ്ടി പല സ്ഥലങ്ങളിൽ പല ഓഫീസുകളിൽ അവരുടെ ഈ ഓരോ ഓഫീസിൻ്റെയും നിയമവശങ്ങൾ അനുസരിച്ച് കൊണ്ട് പല ഓഫീസുകളിലേക്ക് നമ്മളിങ്ങനെ കറങ്ങി നടക്കേണ്ട ആവശ്യമുണ്ട്. പല ഓഫീസർമാരുടെയും മുന്നിലേക്ക് പോയി ഓരോരോ ആവശ്യമില്ലാത്ത കുറേ അപേക്ഷകൾ നമ്മൾ സമർപ്പിക്കേണ്ടി വരുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു നെഗറ്റീവ് വശമാണ് ഇതിനകത്ത് വരുന്നത്. ദി ഗോർണെ എന്ന് പറയുന്ന ഒരു വ്യക്തി
ഇതിനെപ്പറ്റി നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്. നിയമത്തിന്റെ പുറകെ നടന്ന് കാലതാമസം എടുക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഈ ബ്യൂറോക്രസിയെ പറ്റിയിട്ട് നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിന്റെ ടൈപ്സ് ആണ് വരുന്നത്. FM മാർക്സ് ആണ് ഇതിനെ 4ആയിട്ട് തിരിച്ചിട്ടുള്ളത്. അതിലൊന്ന് ഗാർഡിയൻ ബ്യൂറോക്രസി. ഇതൊരു രക്ഷകർത്തൃ സ്വഭാവമുള്ള ഒരു ഭരണ സംവിധാനമാണ്. പൊതുജനത്തിന്റെ ക്ഷേമത്തിനും ഒക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ ഗാർഡിയൻ ബ്യൂറോക്രസി എന്ന് പറയുന്നത്. പണ്ട് ചൈനയിലും റഷ്യയിലും ഒക്കെയാണ് ഇത് നിലനിന്നിരുന്നത്. അറിവും വിദ്യാഭ്യാസവും ഒക്കെയാണ് ഇതിന്റെ യോഗ്യതയായിട്ട് വരുന്നത്. പിന്നെ രണ്ടാമത്തത് കാസ്റ്റ് ബ്യൂറോക്രസിയാണ്. ഇത് ഉയർന്ന തറവാട്ടിലോ ജാതിയിലോ ഒക്കെ ഉള്ളവർക്ക് മാത്രം ജോലി ലഭിക്കുന്ന ഒരു രീതിയാണ് കാസ്റ്റ് ബ്യൂറോക്രസി എന്ന് പറയുന്നത്. കുടുംബ മഹിമയ്ക്കൊക്കെയാണ് ഇവിടെ പ്രാധാന്യം വരുന്നത്. പഴയകാല ഇന്ത്യയിലും ഇത് നിലനിന്നിട്ടുണ്ട്. ബ്രാഹ്മണർക്ക് മാത്രമേ ജോലി കൊടുക്കൂ, അല്ലെങ്കിൽ ക്ഷത്രിയർക്ക് മാത്രമേ ജോലി കൊടുക്കൂ എന്നൊക്കെ ഉള്ള ഒരു സ്കീം പഴയകാല ഇന്ത്യയിലും നിലനിന്നിട്ടുണ്ട്. ഇതിനെയാണ് കാസ്റ്റ് ബ്യൂറോക്രസി എന്ന് പറയുന്നത്. ഇനി വരുന്നത് പേട്രണേജ് ബ്യൂറോക്രസിയാണ്. ഇതിനെ സ്പോയിൽ സിസ്റ്റം എന്നും പറയുന്നുണ്ട്. രാഷ്ട്രീയ സ്വാധീനമാണ് ഇവിടുത്തെ മെയിൻ കാര്യം. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ജോലി ലഭിക്കുന്ന രീതി. ഭരണകക്ഷികളോടുള്ള കൂറാണ് ഇവിടെ മെയിനായിട്ട് ആവശ്യം. ഒരു പാർട്ടി ഇരിക്കുമ്പോൾ അവരുടെ കീഴിലുള്ള അവർക്ക് അറ്റാച്ച്മെൻ്റ് ഉള്ള വ്യക്തികളെ മാത്രം ജോലിയിലെടുക്കുന്നു. ആ ഭരണം മാറി പുതിയ പാർട്ടി വരുമ്പോൾ ഇവരെ എല്ലാം മാറ്റിക്കൊണ്ട് പുതിയ ആൾക്കാരെ, അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ അവർ ജോലിയിലേക്ക് എടുക്കുന്നു. ഇങ്ങനെയുള്ള ഒരു രീതിയാണ് ഇതിൽ നടന്നിരുന്നത്. ഇനി നാലാമത്തതും അവസാനത്തതുമായിട്ടുള്ളത് മെറിറ്റ് ബ്യൂറോക്രസിയാണ്. അത് ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന സിസ്റ്റമാണ്. എന്ന് വെച്ചാൽ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മാത്രം കൃത്യമായിട്ടുള്ള എക്സാമുകളും ഇൻ്റർവ്യൂവും ഒക്കെ വഴി തിരഞ്ഞെടുക്കുന്ന രീതിയാണ് മെറിറ്റ് ബ്യൂറോക്രസി. ഇന്നത്തെ ഇന്ത്യയിലെ UPSC എക്സാം ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. ഇനി ഇതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ആണ്. അതിൽ മെറിറ്റ്സിൽ ഒന്നാമതായിട്ട് കൃത്യമായിട്ടുള്ള ശമ്പളം, പെൻഷൻ, ജോലി സ്ഥിരത, ഇതൊക്കെ ഒരു ജോബ് സെക്യൂരിറ്റി തന്നെ ഈ ഒരു ബ്യൂറോക്രസിക്ക് ഉണ്ട് എന്നുള്ളതാണ്. പിന്നീട് അധികാരം കൃത്യമായിട്ട് വിഭജിച്ച് കൊടുത്തിട്ടുണ്ട്. ആരാജ്ഞാപിക്കണമെന്നും ആരനുസരിക്കണമെന്നൊക്കെ കൃത്യമായിട്ട് തരംതിരിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നൊന്ന്, ഓരോരുത്തർക്കും അവരവർക്ക് അറിവുള്ള വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. അവർക്കറിയാവുന്ന, അവർക്ക് കഴിവുള്ള ആ ഒരു സെക്ഷനിൽ അവർ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്തൊരു മെറിറ്റ്സ് ആയിട്ട് വരുന്നത്. പിന്നെ നിയമങ്ങളൊക്കെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു കാര്യം എത്ര കാലയളവിൽ നടത്തിയെടുക്കാൻ പറ്റും എന്നുള്ള കാര്യം മുൻകൂട്ടി നമുക്ക് അറിയാൻ പറ്റുന്നു. ഈ ഒരു ബ്യൂറോക്രസിയിലൂടെ ഇപ്പോൾ നമ്മൾ തന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡ്രൈവിംഗ് ലൈസൻസിന് പോകുമ്പോൾ ഇന്ന് ഞാൻ പോയി കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് കിട്ടില്ല എന്നുള്ള ഒരു അറിവ് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. അതിന് ഇത്രയും കാലതാമസം എടുക്കും, ഈ ഒരു പ്രോസസ്സിലൂടെയാണ് പോകുന്നത് എന്നുള്ളത് നിയമം മുൻകൂട്ടി എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ടത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ഡിമെറിറ്റ്സ് ആണ്. അതിൽ പ്രധാനമായിട്ട് നിയമം എല്ലാവർക്കും ഒരേപോലെയാണ്. പക്ഷേ ചില ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്ക് താല്പര്യമുള്ള വ്യക്തികൾ വരുമ്പോൾ അവർ പ്രത്യേകമായിട്ടൊരു പരിഗണന കൊടുക്കും. ഇത് ഇതിൻ്റെ ഒരു ഡിമെറിറ്റ്സ് ആയിട്ട് കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ ഒരു സ്ഥാപനത്തിൽ നീണ്ടൊരു ക്യൂ നിൽക്കുവാണ്. ആ സമയത്ത് ആ ക്യൂവിലേക്ക് ഒരു സിനിമാ ഫീൽഡിലുള്ള ഒരു വ്യക്തി വരികയാണ്, ഒരു നടൻ വരുമ്പോൾ അദ്ദേഹത്തെ ഈ സാധാരണക്കാരുടെ കൂട്ടത്തിൽ നിർത്താതെ അദ്ദേഹത്തിന് ഒരു പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് അയാളുടെ കാര്യം, അയാൾ എന്താവശ്യത്തിനാണോ വന്നിട്ടുള്ളത് ആ കാര്യത്തെ തീർപ്പാക്കി വിടുന്നു. ഇത് ഉദ്യോഗസ്ഥർക്ക് ആ വ്യക്തിയോടുള്ള ആരാധന അല്ലെങ്കിൽ ആഗ്രഹം കാരണമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിമെറിറ്റ്സ് ആണ്. ഇങ്ങനെ ഉദ്യോഗസ്ഥരുടെ താല്പര്യമുള്ളവർക്ക് മാത്രമായിട്ട് പ്രത്യേക പരിഗണന കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു ഡിമെറിറ്റ് ആണ്. ഇനി രണ്ടാമത്, ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിലുള്ള സഹകരണ മനോഭാവം ഇല്ലാതാവുക. സ്വന്തം കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുമെന്നുള്ളതല്ലാണ്ട് തൊട്ടടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു സഹകരണം ഇല്ലാതാവുക, ഉദ്യോഗസ്ഥർ തമ്മിൽ ഇല്ലാണ്ടാവുക എന്നുള്ളതാണ് ഇതിൻ്റെ അടുത്തൊരു നെഗറ്റീവ് പറയുന്നത്. നമുക്കൊരു പേപ്പർ ആവശ്യമാണ്, ഒരു വീട് വയ്ക്കാൻ പേപ്പറുകൾ ആവശ്യമാണ്. പക്ഷേ രണ്ടാമത്തെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അയച്ചാൽ മാത്രമേ മൂന്നാമത്തെ ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ മൂന്നാമത്തെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്നവർക്ക് അതിൻ്റെ കൃത്യമായിട്ട് വാല്യുവേഷൻ നടത്തി സൈൻ ചെയ്ത് വിടണമെന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ കൃത്യമായിട്ട് ആ പേപ്പർ കൊടുക്കണം. പക്ഷെ അവർ കൊടുക്കാതെ അത് പെൻഡിങ്ങിൽ നടത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടെ ഡ്യൂട്ടിയും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കൃത്യമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിൽ ഒരു സഹകരണ മനോഭാവം ഉണ്ടായിരിക്കണം. മൂന്നാമത്തത്, ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഒക്കെ വേണ്ടിയിട്ട് വഴിവിട്ട ഒരു സമീപനം നടത്തുക എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ ക്യൂ നിൽക്കുന്ന അവസ്ഥയിൽ സ്വന്തം വീട്ടുകാരോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരെ ഈ ക്യൂവിൽ നിർത്താതെ അവരെയും കയറ്റി വിടുക, അല്ലെങ്കിൽ അവർക്കും ആവശ്യമുള്ള കാര്യങ്ങൾ നടത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വരണ്ട, ഇന്ന സമയത്ത് തീരുന്ന സമയമാകുമ്പോൾ ഞാൻ വിളിച്ച് പറയാൻ സമയത്ത് വന്നാൽ മതി എന്നൊക്കെ ഉള്ള പരിഗണന കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു നെഗറ്റീവ് വശം. ഇനിയൊന്ന് അഴിമതിയാണ്.
അപ്പോൾ ഈ കറപ്ഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തും അത്യാവശ്യം നിലനിൽക്കുന്ന ഒന്ന് തന്നെയാണ്. സ്വന്തം ലാഭത്തിന് വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥർ പണം കൈപ്പറ്റി കാര്യങ്ങളെല്ലാം തെറ്റിലൂടെ സാധിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് ഈ കറപ്ഷൻ എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ ഡീറ്റെയിൽ പറയാനൊന്നുമില്ല. ഉന്നത ഫീൽഡിലിരിക്കുന്നവരുടെ കയ്യിൽ നിന്ന് പണം കൈപ്പറ്റിക്കൊണ്ട് തെറ്റായിട്ടുള്ള കാര്യത്തിലൂടെ അല്ലെങ്കിൽ വളരെ വേഗത്തിൽ ഓരോ പ്രോസസ്സുകളും ചെയ്തു കൊടുത്ത് അഴിമതിയിലൂടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. ഇനി അടുത്തത് റെഡ് ടേപ്പിസം ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. 1 മാർക്കിനോ 2 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് റെഡ് ടേപ്പിസം. ചുവപ്പ് നാട അല്ലെങ്കിൽ ചുവന്ന നാട എന്നൊക്കെ പറയാം. ഡി ഗോർനെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ സമീപനമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ് ഈ റെഡ് ടേപ്പിസം. അതിൽ പറയുന്നത് വേറൊന്നുമല്ല, നമ്മൾ ആദ്യം ഈ ഒരു ബ്യൂറോക്രസി പഠിച്ച സമയത്ത് പറഞ്ഞ നെഗറ്റീവ് തന്നെയാണ്. നിയമത്തിന്റെ നൂലാമാലകൾ കാരണം ഒരു കാര്യം നമുക്ക് ചെയ്തെടുക്കാൻ ഒരുപാട് സമയതാമസം എടുക്കുന്നു. അതിൻ്റെ ഓരോ പ്രോസസ്സുകൾ വഴി നമുക്കത് നേടിയെടുക്കാൻ ഒരുപാട് കാലതാമസം എടുക്കുന്നു. ഇതിനെയാണ് റെഡ് ടേപ്പിസം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഒരു ഏകാധിപത്യം പോലെയുള്ളതാണ്. ജനങ്ങളുടെ മേല് ഉദ്യോഗസ്ഥർ, അതിപ്പോൾ ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയെന്ന് പറഞ്ഞാൽ ഉടനെ അദ്ദേഹം, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അദ്ദേഹം എന്താണ്, ജനങ്ങളുടെ മേലെ അല്ലെങ്കിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ മേലേക്ക് ഒരു അധികാരം കാണിക്കും. ഒരു ഏകാധിപത്യം എന്ന് തന്നെ ഇവിടെ പറയാൻ പറ്റും. ജനങ്ങളുടെ മേല് അധികാരം കാണിച്ച് ഒരുപാടിട്ട് വലപ്പിക്കുന്ന ഒരു അവസ്ഥ. ഇനി വരുന്നത് ഈ ഉദ്യോഗസ്ഥര് ഒരു റെസ്പോൺസിബിലിറ്റി കാണിക്കില്ല എന്നുള്ളതാണ്. ഈ ജനങ്ങളെടുത്ത് ജനങ്ങളെല്ലാം അകറ്റി നിർത്തുക, ഈ പറഞ്ഞതുപോലെ ഒരു ഏകാധിപത്യം കാണിച്ചുകൊണ്ട് ജനങ്ങളെ അകറ്റി നിർത്തുക, അവർക്ക് വേണ്ട കാര്യം വേണ്ട സമയത്ത് ചെയ്തു കൊടുക്കാതെയിട്ട് വലപ്പിക്കുക എന്നുള്ളത് ഈ ഒരു ഉദ്യോഗസ്ഥരുടെ ഒരു ഡീമെറിറ്റ്സ് ആണ്. പിന്നെ ഒന്ന് വരുന്നത് നടപടിക്രമങ്ങളൊക്കെ ഒരുപാട് വേസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഒരു കാര്യം നേടിയെടുക്കണമെങ്കിൽ ഒരു 50 ഫോമിലേക്ക് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. ഇങ്ങനെ സത്യത്തിൽ വേസ്റ്റ് ആയിട്ടുള്ള കുറേ ഫോമുകൾ പൂരിപ്പിക്കുക, വേസ്റ്റ് ആയിട്ടുള്ള പല സ്ഥലങ്ങളിൽ പല വ്യക്തികളെ പോയി കാണുക, ഇങ്ങനെയൊക്കെ ഉള്ളത് ഈ ബ്യൂറോക്രസിയുടെ ഒരു ഡീമെറിറ്റ്സ് ആണ്. ഇങ്ങനെയായിട്ട് ആൾക്കാരെ ചുറ്റിക്കറക്കുക എന്നുള്ളതാണ് അടുത്ത് വരുന്നത്. ഒരു കാര്യം നമുക്ക് നേരിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ ചെയ്യുന്നതിന് പകരം ഒരു 10 ഫയലിലേക്ക് അവർ സെർച്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു 10 ഫോമിലേക്ക് ഒപ്പിടിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാടിട്ട് ചുറ്റിക്കറക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ഡീമെറിറ്റ്സ് ആയിട്ട് പറയുന്നത്. ഇതിനെ ബോജ്കോട്ട് വിമർശിച്ചിട്ടുമുണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥർക്ക് പലപ്പോഴും സീനിയോറിറ്റി അനുസരിച്ചിട്ടാണ് പ്രൊമോഷൻ കൊടുക്കുന്നത്, അല്ലാണ്ട് കഴിവനുസരിച്ചിട്ട് ആയിരിക്കില്ല. ഇത്ര വർഷം ഈ ഒരു ഫീൽഡിലുണ്ടായിരുന്നു, അപ്പോൾ അടുത്ത പ്രൊമോഷനുള്ള സമയമായി എന്ന് പറഞ്ഞിട്ട് പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവല്ല അവിടെ നോക്കുന്നത്, ആ സ്ഥാനത്തിരിക്കാനുള്ള കഴിവ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതല്ല നോക്കുന്നത്. കഴിവിനനുസരിച്ച വ്യക്തികളെ പുറത്തുനിന്ന് എടുക്കുകയില്ല. അപ്പോൾ ഇത് അതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു 10 വർഷം ഈ ഒരു ഫീൽഡിലിരുന്നു, അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് അടുത്ത സീനിയറിറ്റി അനുസരിച്ച് അടുത്ത ഫീൽഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ കമ്പ്യൂട്ടറൊക്കെ കൂടുതൽ യൂസ് ചെയ്യേണ്ട ഒരു സ്ഥലമായിരിക്കാം അല്ലെങ്കിൽ പൊസിഷൻ ആയിരിക്കാം. ഇദ്ദേഹം ആണെങ്കിൽ ഇത്രയും വർഷങ്ങളായതുകൊണ്ട് ഫയൽ സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ടുമില്ല. അപ്പം ഫയൽ എടുക്കുക, ഫയലിൽ എഴുതുക, ഫയൽ നോക്കുക എന്നുള്ള സിസ്റ്റത്തിൽ നിന്ന് അദ്ദേഹം മാറിയിട്ടുമില്ല. എന്നാൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ അറിയാവുന്ന പുതിയ കുട്ടികൾ അല്ലെങ്കിൽ പുതിയ ആൾക്കാരെ ആ ഒരു പൊസിഷനിലേക്ക് എടുക്കത്തില്ല. അവർക്ക് വീണ്ടും ഈ ഒന്നേന്ന് എക്സാമുകൾ എഴുതി അല്ലെങ്കിൽ ഈ ഒരു ചെറിയ പൊസിഷനിൽ നിന്ന് കയറി ഒരു ഫീൽഡിലേക്ക് എത്താനേ പറ്റുള്ളൂ. അപ്പം ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഡീമെറിറ്റ്സ് ആയിട്ട് കണക്കാക്കുന്നുണ്ട്. സീനിയോറിറ്റി അനുസരിച്ച് സ്ഥാനക്കയറ്റം കൊടുക്കുന്നത് വളരെ ഒരു നെഗറ്റീവാണ്. പകരം കഴിവനുസരിച്ച് കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. മാക്സ് വെബറിൻ്റെ ബ്യൂറോക്രസിയാണ് അടുത്ത ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അദ്ദേഹത്തിനെയാണ് ബ്യൂറോക്രസിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. ഇതിനെ ഒരു ശാസ്ത്രീയ പഠനമായിട്ട് അവതരിപ്പിച്ചത് ഇയാളാണ്. ഇയാൾ ഇതിനെ 3 തരം അതോറിറ്റി ആയിട്ട് ആണ് പറയുന്നത്. അതിലൊന്ന് ട്രഡീഷണൽ അതോറിറ്റിയാണ്, പാരമ്പര്യമായിട്ട് ലഭിക്കുന്നതാണ്. അതിന് എക്സാമ്പിളാണ് നമ്മുടെ രാജഭരണം. ഇനി രണ്ടാമത് കരിസ്മാറ്റിക് അതോറിറ്റിയാണ്. ഒരു വ്യക്തിയുടെ പ്രത്യേക കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് അതിനനുസരിക്കുന്നതിനെയാണ് ഈ ഒരു കരിസ്മാറ്റിക് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നമ്മുടെ ഗാന്ധിജി. അദ്ദേഹത്തിൻ്റെ കഴിവിൽ വിശ്വസിച്ച് അദ്ദേഹത്തോടുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ അനുസരിച്ച് പോകുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു വ്യക്തിയെ വിശ്വസിക്കുന്നത് അയാളുടെ കഴിവിൻ്റെ ബേസിലാണെങ്കിൽ അതിനെ കരിസ്മാറ്റിക് അതോറിറ്റി എന്ന് പറയും. ഇനി ലാസ്റ്റത്തത് ലീഗൽ റേഷണൽ അതോറിറ്റി ആണ്. ഇതെന്ന് പറയുമ്പോൾ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന അധികാരം. നിയമം പറയുന്നത് പോലെ നിയമത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അധികാരം വരുന്നു. ഇതാണ് മോഡേൺ ബ്യൂറോക്രസി എന്ന് പറയുന്നത്, ഇന്ന് നിലകൊള്ളുന്നത് നിയമ അടിസ്ഥാനമായിട്ടുള്ളത്.
മറ്റത് ആദ്യത്തെ എന്ന് പറയുമ്പോൾ രാജ്യഭരണമാണ്. അതിങ്ങനെ പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് തൊട്ടടുത്ത മകനിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകനിലേക്ക് ഇങ്ങനെ ഇങ്ങനെ മാറി മാറി അവരെ അനുസരിച്ച്, അതിപ്പോൾ രാജാവായി അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ അനുസരിക്കുന്നു, അയാളിൽ കീഴ്പ്പെട്ട് ജീവിക്കുന്നു. ഇത് ഇങ്ങനെ അനുസരിക്കുന്നതിന് ട്രഡീഷണൽ അതോറിറ്റി. രണ്ടാമത് വ്യക്തികളുടെ പ്രത്യേക കഴിവിൽ, നമ്മുടെ മദർ തെരേസ അല്ലെങ്കിൽ ഗാന്ധിജി ഇവരെയൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്തിന്റെ, അദ്ദേഹത്തിന്റെ കഴിവിന്റെ ബേസിലാണ്, അവർ പറയുന്ന ഓരോ തത്വങ്ങളുടെ ബേസിലാണ്. അപ്പൊ ഇങ്ങനെ വ്യക്തികളുടെ ബേസിലുള്ളത് കരിസ്മാറ്റിക് അതോറിറ്റി. മൂന്നാമത് ലീഗൽ, അത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നിലകൊള്ളുന്നത്. ഈ ഒരു മോഡേൺ ആയിട്ടുള്ള രീതിയാണ് ഇന്ന് നിലകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇതിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, ജോലി കൃത്യമായിട്ട് വിഭജിച്ച് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെയുള്ള ക്ലർക്ക് മുതൽ അല്ലെങ്കിൽ കളക്ടർ വരെയുള്ള എല്ലാവർക്കും, ഓരോ താഴെത്തട്ട് മുതൽ മുകളിലുള്ള എല്ലാവർക്കും അവരവരുടെ പൊസിഷൻസ്, അവരവരുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം കൃത്യമായിട്ട് വിഭജിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എഡ്യൂക്കേഷനും അല്ലെങ്കിൽ കഴിവും അനുസരിച്ച് മാത്രമാണ് ഇന്ന് ജോലി നിശ്ചയിച്ചിട്ടുള്ളത്. അല്ലാതെ രാഷ്ട്രീയ സ്വാധീനങ്ങൾ വഴിയൊക്കെ ഉള്ള ജോലി കൊടുക്കുക എന്നുള്ള രീതികളൊക്കെ മാറ്റി എല്ലാം PSCയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലകൊണ്ട് പോകുന്നത്. പിന്നെ വ്യക്തിപര താല്പര്യങ്ങളെക്കാൾ നിയമത്തിന് പ്രാധാന്യമാണ്. ഇന്നിപ്പോൾ സിനിമാ ഫീൽഡിലുള്ളവർ വന്നാലും മാറി നിൽക്കുക എന്നുള്ള രീതിയാണ്. കാരണം നിൽക്കുന്ന പൊതുജനത്തിന് ഈ നിയമത്തിൽ അനുസരിച്ച് കൊണ്ട് എതിർക്കാം അല്ലെങ്കിൽ പ്രതിരോധിക്കാനുള്ള ഒരു നിയമം ഇന്നുണ്ട്. എന്തുകൊണ്ട് ഈ വ്യക്തി ആദ്യം കയറ്റി എന്ന് ചോദിക്കാൻ പൊതുജനത്തിന് ഇന്ന് കഴിയും. അതിലൂന്നിക്കൊണ്ട് നിൽക്കാൻ കഴിയുന്നത് ഇന്നത്തെ മോഡേൺ ബ്യൂറോക്രസിയുടെ ഭാഗമായിട്ട് ആണ്. പിന്നെ എല്ലാ കാര്യങ്ങളും രേഖാമൂലമായിരിക്കണം. ഒന്നും ചുമ്മാ വാഗൊണ്ട് പറയുന്നതായിട്ടല്ല, എല്ലാത്തിനും കൃത്യമായിട്ടുള്ള രേഖ ഉണ്ടായിരിക്കണം. എല്ലാവരുടെ ഒരുപോലെ പെരുമാറാനും പറ്റണം. വ്യക്തിപരമായിട്ട് ഫാമിലി മെമ്പേഴ്സിനെയോ സുഹൃത്തുക്കളെയോ ഒന്നും കൊണ്ടുവരാനായിട്ട് പാടില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത്.